വെറും വെള്ളം എന്ന് കേൾക്കുമ്പോൾ ഒരു സിമ്പിൾ കാര്യമാണെന്ന് തോന്നാം, പക്ഷേ ഈ ജലം ഇല്ലെങ്കിൽ ഭൂമിയിൽ ജീവനില്ല. എന്താണ് ഈ ജലം? എന്തുകൊണ്ടാണ് ഇത് ഇത്ര സ്പെഷ്യൽ? എവിടെ നിന്നാണ് ഈ ജലം നമ്മുടെ ഭൂമിയിൽ വന്നത്? വരൂ, ഈ സയന്റിഫിക് യാത്രയിലൂടെ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. നമുക്ക് ആദ്യം ജലത്തിന്റെ ബേസിക്സ് മനസ്സിലാക്കാം. ശാസ്ത്രീയമായി പറഞ്ഞാൽ, ജലം എന്നത് ഒരു തന്മാത്രയാണ്, രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്നുണ്ടാകുന്ന H2O. കേൾക്കുമ്പോൾ ലളിതം അല്ലേ? ഈ H2Oന് ഒരു രുചിയോ മണമോ നിറമോ ഇല്ല. പക്ഷേ ഈ സിമ്പിൾ മോളിക്യൂൾ ആണ് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന്റെ അടിസ്ഥാനം. ചെടികൾ, മൃഗങ്ങൾ, മനുഷ്യർ, സൂക്ഷ്മജീവികൾ എല്ലാം ജലത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ജലത്തിന്റെ ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടി എന്താണെന്ന് വച്ചാൽ, ഇത് 3 അവസ്ഥകളിൽ നിലനിൽക്കും: കരം, ഐസ്, ദ്രാവകം, വെള്ളം, വാതകം, വാട്ടർ വേപ്പർ. ഈ ട്രിപ്പിൾ സ്റ്റേറ്റ് കപ്പാസിറ്റി ജലത്തെ പ്രപഞ്ചത്തിലെ ഏറ്റവും യൂണീക്ക് എലിമെന്റുകളിൽ ഒന്നാക്കുന്നു. ഒരു ശരാശരി മനുഷ്യന്റെ ബോഡിയിൽ 60 മുതൽ 70% ജലമാണ്. നിന്റെ ബ്രെയിൻ, ഹാർട്ട്, മസിൽസ് എല്ലാം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിനക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയാം: ഒരു മനുഷ്യന് കൂട് ഇല്ലാതെ 3 ആഴ്ച വരെ ജീവിക്കാം, പക്ഷേ ജലം ഇല്ലാതെ വെറും 3 ഡേയ്സ് മാത്രം. അത്രമാത്രം ക്രൂഷ്യലാണ് ജലം. എല്ലാ ചെടികളും മൃഗങ്ങളും ഇക്കോസിസ്റ്റവും ജലത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ ഒരു ഷോക്കിംഗ് ഫാക്ട്: ഭൂമിയിലെ ജലത്തിന്റെ 3% മാത്രമാണ് ഫ്രഷ് വാട്ടർ. അതിൽ എളുപ്പത്തിൽ ലഭ്യമാകുന്നത് വെറും 1%. ജലം എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടന്റ്? കാരണം ജലം ഒരു സൂപ്പർ സോൾവന്റാണ്. ഇത് ഒരുപാട് സബ്സ്റ്റാൻസസിനെ ഡിസോൾവ് ചെയ്യും. അതുകൊണ്ടാണ് ചെടികൾക്ക് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനും നിന്റെ ബോഡിയിൽ ഓക്സിജനും ന്യൂട്രിയൻസും ട്രാൻസ്പോർട്ട് ചെയ്യാനും കഴിയുന്നത്. ജലം ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നു, ബോഡി ഫംഗ്ഷൻസിനെ സ്റ്റെബിൾ ആക്കുന്നു, ഒപ്പം ജീവജാലങ്ങളുടെ കെമിക്കൽ റിയാക്ഷൻസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ഭൂമിയെ സംബന്ധിച്ച് ജലം ഒരു ഗെയിം ചേഞ്ചറാണ്. ദ്രവരൂപത്തിൽ ജലത്തിന്റെ സമൃദ്ധമായ പ്രസൻസ് കാരണം ഭൂമി പ്രപഞ്ചത്തിലെ ജീവൻ വികസിക്കാൻ കഴിയുന്ന ഏക ഗ്രഹമായി അറിയപ്പെടുന്നു. സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, മഴ ഇവയെല്ലാം ഭൂമിയെ ഒരു ജീവന്റെ ഒയാസിസ് ആക്കുന്നു. പക്ഷേ ഒരു ബിഗ് ക്വസ്റ്റ്യൻ: ഈ ജലം എവിടെ നിന്നാണ് ഭൂമിയിൽ വന്നത്? ശാസ്ത്രജ്ഞർ വർഷങ്ങളായി ചിന്തിക്കുന്ന ഒരു ചോദ്യമാണ്: ജീവന്റെ ഈ സൂപ്പർ ദ്രാവകം ഭൂമിയിൽ എങ്ങനെ എത്തി? ഭൂമി ഒരു ഹോട്ട്, മോൾട്ടൺ റോക്ക് ആയിരുന്ന കാലത്ത് ജലം എവിടെ ആയിരുന്നു? ഒരു പോപ്പുലർ തിയറി പറയുന്നത്, ബില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ ഭൂമിയുമായി കോളൈഡ് ചെയ്ത ഐസ് റിച്ച് ആസ്റ്ററോയിഡ്സും കോമറ്റ്സും ജലം ഡെലിവർ ചെയ്തു എന്നാണ്. ഈ വാട്ടർ ഡെലിവറി തിയറി വർഷങ്ങളോളം ശാസ്ത്രലോകത്ത് അക്സാരഡ് ആയിരുന്നു. ഈ ആസ്റ്ററോയിഡ്സ് ഐസ് രൂപത്തിൽ ജലം കാരി ചെയ്തിരുന്നു, ഒപ്പം ഭൂമിയിൽ ഇമ്പാക്ട് ചെയ്തപ്പോൾ ഈ ജലം റിലീസായി സമുദ്രങ്ങൾ ഫോം ചെയ്തു എന്നാണ് തിയറി. കോമറ്റ്സ് അവയുടെ ഐസി സ്ട്രക്ചർ കാരണം ജലത്തിന്റെ പ്രൈമറി സോഴ്സ് ആയി കണക്കാക്കപ്പെട്ടിരുന്നു. പക്ഷേ ഈ തിയറി പൂർണ്ണമായി കോറക്റ്റ് ആണോ? അവസാനം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഡിസ്കവറി നടത്തി. പഴയ തിയറികളെ മാറ്റി അവർ കണ്ടെത്തിയത്, ഭൂമിയിലെ ജലം ആസ്റ്ററോയിഡ്സിൽ നിന്നോ കോമറ്റ്സിൽ നിന്നോ വന്നതല്ല, മറിച്ച് ഭൂമിയുടെ ഫോർമേഷൻ സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ്. അവരുടെ റിസർച്ചിൽ ശാസ്ത്രജ്ഞർ ഒരു റെയർ ആസ്റ്ററോയിഡ്, ലാ 12252 എന്ന എൻസ്റ്റാറ്റൈറ്റ് കോൺട്രൈറ്റ് പഠിച്ചു. ഈ ആസ്റ്ററോയിഡ് ഭൂമി ഫോം ചെയ്ത മെറ്റീരിയൽസിനോട് വളരെ സിമിലർ ആണ്. അന്റാർട്ടിക്കയിൽ കണ്ടെത്തിയ ഈ ഉൽക്കാശില ഭൂമിയുടെ ആദ്യകാല സ്ട്രക്ചറിനെ റിപ്രസന്റ് ചെയ്യുന്നു. ശാസ്ത്രജ്ഞർ എക്സ്-റേ അബ്സോർപ്ഷൻ നിയർ എഡ്ജ് സ്ട്രക്ചർ സ്പെക്ട്രോസ്കോപ്പി എന്ന ടെക്നിക്ക് യൂസ് ചെയ്ത് ഈ മെറ്റീരിയലിനെ അനലൈസ് ചെയ്തു. ഈ ടെക്നിക്ക് ഒരു പവർഫുൾ എക്സ്-റേ ബീം യൂസ് ചെയ്ത് മെറ്റീരിയലിന്റെ കെമിക്കൽ കോമ്പോസിഷൻ ഐഡന്റിഫൈ ചെയ്യുന്നു. അവർ കണ്ടെത്തിയത് ഞെട്ടിക്കുന്നതായിരുന്നു: ഈ ആസ്റ്ററോയിഡിൽ ഹൈഡ്രജൻ സൾഫൈഡ് എന്ന കെമിക്കൽ ജലം ഫോം ചെയ്യാൻ ആവശ്യമായ ഹൈഡ്രജനെ കാരി ചെയ്യുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ PhD സ്റ്റുഡന്റ് ടോം ബാരഡ് പറയുന്നത്, ഈ റിസർച്ചിന്റെ ബിഗ് കൺക്ലൂഷൻ എന്താണെന്ന് വച്ചാൽ, ഭൂമി ഫോം ചെയ്യപ്പെട്ടപ്പോൾ തന്നെ ജലത്തിന്റെ പ്രൈമറി ബിൽഡിംഗ് ബ്ലോക്കുകൾ ഹൈഡ്രജൻ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഹൈഡ്രജൻ ഓക്സിജനുമായി കോമ്പൈൻ ചെയ്ത് ജലം ഫോം ചെയ്തു. ഈ ഡിസ്കവറി പഴയ ആസ്റ്ററോയിഡ് ഡെലിവറി തിയറിയെ ചലഞ്ച് ചെയ്യുന്നു. ഭൂമിയുടെ ഓൺ സോഴ്സിൽ തന്നെ ജലം ഉണ്ടായിരുന്നുവെന്ന് ഇത് സജസ്റ്റ് ചെയ്യുന്നു. ഹൈഡ്രജൻ സൾഫൈഡ് ഭൂമിയുടെ ഫോർമേഷൻ സമയത്ത് റോക്കി മെറ്റീരിയൽസിൽ എംബെഡഡ് ആയിരുന്നു, ഒപ്പം ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് ജലം ക്രിയേറ്റ് ചെയ്തു. ഈ ഫൈൻഡിങ്സ് ഭൂമിയിലെ ജീവന്റെ ഒറിജിനെക്കുറിച്ചുള്ള ചർച്ചകളെ റീഷേപ്പ് ചെയ്യുന്നു. ഡോക്ടർ ജെയിംസ് ബ്രൈസൺ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ മിനറോളജി അസോസിയേറ്റ് പ്രൊഫസർ, പറയുന്നത്, ഭൂമിയെ സൃഷ്ടിച്ച മെറ്റീരിയലിൽ ജലത്തിന്റെ ഫുൾ ബജറ്റ് അക്കൗണ്ട് ചെയ്യാൻ ആവശ്യമായ ഹൈഡ്രജൻ സൾഫൈഡിന്റെ ഫോമിലുണ്ടായിരുന്നു. ഈ റിസർച്ച് ഇക്കറിസ് എന്ന ജേണലിൽ പബ്ലിഷ് ചെയ്തു, ഒപ്പം ശാസ്ത്രലോകത്ത് ഒരു പുതിയ പെർസ്പെക്റ്റീവ് ഓപ്പൺ ചെയ്തു. ലാ 12252 ഉൽക്കാശിലയിൽ കോൺട്രൂൾസ് എന്ന ചെറിയ ഗോളാകൃതി സ്ട്രക്ചേഴ്സിൽ ഹൈഡ്രജൻ ഒളിഞ്ഞിരിക്കുന്നതായി റിസർച്ചേഴ്സ് കണ്ടെത്തി.
ഈ ഹൈഡ്രജൻ ഭൂമിയുടെ ഒറിജിനൽ കോമ്പോസിഷന്റെ പാർട്ട് ആയിരുന്നു, അല്ലാതെ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് വന്നതല്ല. ജലത്തിന്റെ ഒറിജിനെ കുറിച്ചുള്ള ഈ ഡിസ്കവറി ജീവന്റെ ഒറിജിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്കും വെളിച്ചം വീശുന്നു. ഭൂമിയിൽ ജീവൻ എങ്ങനെ ഉണ്ടായി, മറ്റു ഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കുമോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശാസ്ത്രജ്ഞർ ആദ്യം ജലത്തിന്റെ ഒറിജിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് ജലം ഫോം ചെയ്യുന്നത്, അത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ എലിമെന്റ്സ് ഭൂമിയിൽ എങ്ങനെ എത്തി? പഴയ തിയറി പറഞ്ഞത് 100 മില്യൺ ഇയേഴ്സ് അഗോ ഐസ് കവർഡ് കോമറ്റ്സോ ഹൈഡ്രജൻ റിച്ച് ആസ്റ്ററോയിഡ്സോ ഭൂമിയിൽ ഇമ്പാക്ട് ചെയ്ത് ജലം ഡെലിവർ ചെയ്തു എന്നാണ്. പക്ഷേ ഓക്സ്ഫോർഡിന്റെ റിസർച്ച് പറയുന്നത് ഈ എലിമെന്റ്സ് ഭൂമിയുടെ ഫോർമേഷൻ സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ്. ഈ ഫൈൻഡിങ്സ് പ്രപഞ്ചത്തിലെ മറ്റു ഗ്രഹങ്ങളിൽ ജലത്തിന്റെ പോസിബിലിറ്റിയെക്കുറിച്ചുള്ള ഡിസ്കഷൻസിനെ റീഡിഫൈൻ ചെയ്യുന്നു. ജലം ഭൂമിയുടെ ഇന്റേണൽ സ്ട്രക്ചറിന്റെ പാർട്ട് ആയിരുന്നുവെങ്കിൽ മറ്റു റോക്കി പ്ലാനറ്റ്സിലും ജലം ഫോം ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ടോ? ഈ ചോദ്യം ഫ്യൂച്ചർ റിസർച്ചിന് ഒരു ന്യൂ ഡയറക്ഷൻ നൽകുന്നു. ഡോക്ടർ ബ്രൈസൺ പറയുന്നത്, ഞങ്ങളുടെ കണ്ടെത്തലുകൾ കാണിക്കുന്നത് ഭൂമിയിൽ സമൃദ്ധമായ ജലം ഫോം ചെയ്യാൻ ആവശ്യമായ ഹൈഡ്രജൻ ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നു. എപ്പോൾ എങ്ങനെ ഇത് ഹാപ്പൺ ചെയ്തു എന്ന് ഞങ്ങൾക്ക് എക്സാക്ട്ലി അറിയില്ല, പക്ഷേ ഈ റിസർച്ച് ആ ചോദ്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇൻസ്പയർ ചെയ്യും. കോമ്പോസിഷന്റെ പാർട്ട് ആയിരുന്നുവെന്ന് ഈ റിസർച്ച് സജസ്റ്റ് ചെയ്യുന്നത് പ്രപഞ്ചത്തിലെ ജീവന്റെ പോസിബിലിറ്റിയെക്കുറിച്ചുള്ള ഒരു ബിഗ് പിക്ചർ ഓപ്പൺ ചെയ്യുന്നു. ജലം ഒരു എക്സ്റ്റേണൽ ഡെലിവറി സിസ്റ്റം വഴി വന്നതല്ല, മറിച്ച് ഗ്രഹത്തിന്റെ ഫോർമേഷൻ പ്രോസസ്സിന്റെ പാർട്ട് ആണെങ്കിൽ മറ്റു ഗ്രഹങ്ങളിലും ഇതേ മെക്കാനിസം വർക്ക് ചെയ്തിരിക്കാം. ജലം വെറുമൊരു മോളിക്യൂൾ അല്ല, ഇത് ജീവന്റെ എസൻസ് ആണ്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, ഈ വെള്ളം ബില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പ് ഭൂമി ഫോം ചെയ്യപ്പെട്ടപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന്? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ.